തണുപ്പ് കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് മാറിയാൽ ജലദോഷവും ചുമയും ഇമ്മ്യൂണിറ്റിയും എല്ലാം നമ്മളുടെ കൺട്രോളിലാകുമെന്ന് അറിയാമോ? പക്ഷെ പലരും ചെയ്യുന്നത് ഇതിന് നേരെ വിപരീതമാണ്. ശരീരം കൂടുതൽ വീക്കാകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ തണുപ്പ് കാലത്ത് നിങ്ങളുടെ ശരീരത്തെ അകത്ത് നിന്ന് ചൂടാക്കി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന 10 സൂപ്പർ ഫുഡ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവയിൽ ചിലത് നിങ്ങൾ ദിവസവും കഴിക്കുന്നതായിരിക്കും, പക്ഷേ ഇത്ര ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തണുപ്പ് കാലത്ത് ഒഴിവാക്കേണ്ട ഫുഡ് കൂടി ഏതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്നതാണ്. എങ്കിൽ സമയം കളയാതെ നമ്പർ 1 സൂപ്പർ ഫുഡ്സ് മുതൽ തുടങ്ങാം. 1. സിട്രസ് പഴങ്ങൾ. ഇവയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ കോശങ്ങളെ നിലനിർത്തുകയും സസ്യഭക്ഷണങ്ങളിൽ നിന്നും ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ സിട്രസ് പഴങ്ങൾ ധാരാളം ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തത് ഇലക്കറികൾ. വിറ്റാമിനുകളായ എ, സി ഇവ ധാരാളം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഫോളേറ്റുകൾ, നാരുകൾ എന്നിവയെല്ലാം ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെയും ദഹനനാളത്തിൻ്റെയും രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് കാലത്ത് ധാരാളം ഇലക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. മൂന്നാമത്തേത് തൈര്. പ്രോബയോട്ടിക്സിൻ്റെ പതിവ് ഉപയോഗം അപ്പർ റെസ്പിറേറ്ററി അണുബാധകളുടെ ആവൃത്തിയും ദൈർഘ്യവും കുറയ്ക്കുന്നതായി ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിൽ തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നാലാമത്തേത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ പങ്ക് രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് വിറ്റമിൻ ലഭിക്കുന്നത് ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അഞ്ചാമത്തത് നട്ട്സ് ആൻഡ് സീഡ്സ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, സിങ്ക്, മഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ചേർന്ന് രോഗപ്രതിരോധ കോശസ്തരങ്ങളിലും ആൻറ്റി ഓക്സിഡൻ്റ് പ്രതിരോധത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് കാലത്ത് നട്ട്സും സീഡ്സും ധാരാളമായി കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആറാമത് ഇഞ്ചി. ഇഞ്ചി ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിലൂടെയും ജിഞ്ചറോൾ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉപയോഗിച്ച് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിനെതിരെ പോരാടുന്നതിലൂടെയും ജലദോഷം, പനി തുടങ്ങിയ അണുബാധകൾക്കെതിരെ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഏഴാമത്തെ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ. കൂണുകളിൽ ബീറ്റാ ഗ്ലൂക്കനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എട്ടാമത്തെ സൂപ്പർ ഫുഡ് ഓട്സ് ആണ്. ഓട്സിൽ നാരുകളും പ്രതിരോധ ശേഷിയുള്ള അന്നജവും കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നിലനിർത്താനും കഴിയുന്ന പോഷകങ്ങളും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഓട്സ് കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തത് ജ്യൂസി ഫ്രൂട്ട്സ്. പോളിഫെനോളുകളുടെയും വൈറ്റമിൻ സിയുടെയും പ്രധാന ഉറവിടമാണ് ജ്യൂസി ഫ്രൂട്ട്സ്. ഇൻഫ്ലമേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫുഡുകളിൽ ഒന്നാണ് ജ്യൂസി ഫ്രൂട്ട്സ്. പത്താമത്തേതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ ഫുഡ്സിലൊന്നാണ് സിങ്ക്. ശരീരത്തിൻ്റെ ആൻറ്റിവൈറൽ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സിങ്ക്. ഇതടങ്ങിയ ഭക്ഷണങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശൈത്യകാലത്ത് സിങ്ക് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ: ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ്, മുട്ട, ധാന്യങ്ങൾ, വാൾനട്ട്, കശുവണ്ടി, ചെറുപയർ, പംകിൻ സീഡ്, ബീൻസ് ഇവയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തെ അകത്തു നിന്ന് ചൂടാക്കി ഇമ്മ്യൂണിറ്റിയും ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്ന 10 സൂപ്പർ ഫുഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്.
ഇവയിലൊന്നും തന്നെ എക്സ്പെൻസീവ് അല്ല, മെഡിസിൻ അല്ല. പക്ഷെ ശരിയായ സമയത്ത് കഴിച്ചാൽ മരുന്നിനേക്കാൾ വലിയ മാറ്റമുണ്ടാകും. ഓർക്കണം, തണുപ്പ് കാലത്തെ അസുഖങ്ങൾ തുടങ്ങുന്നത് കാലാവസ്ഥയിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്നാണ്. ഇന്ന് പറഞ്ഞതിൽ നിന്ന് കുറഞ്ഞത് 2-3 ഫുഡ്സ് എങ്കിലും നാളെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യൂ. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.